ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് തൊട്ട് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് PSC സിലബസ് പ്രകാരം തന്നേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. സിലബസിൽ എന്തൊക്കെയാണ് തന്നേക്കണമെന്ന് മാത്രമായിരിക്കും നോക്കുന്നത്. പിന്നെ ഒരു ഓവറോൾ ഇൻസൈഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ അതിൽ പറയുന്ന പാർട്ടും കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്ടും അത് ഓർത്ത് വെക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. അപ്പോൾ PSCയുടെ സിലബസിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് പറഞ്ഞേക്കുന്ന ടോപ്പിക്കുകളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്, DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, അമെൻമെൻറ്റ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻ, എമർജൻസി, പിന്നെ 3 ലിസ്റ്റുകൾ യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മാത്രമാണ് ഒരു ഇൻസൈഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ പറ്റാത്തതായിട്ടുള്ളൂ. ഇത് എന്താ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്, പിന്നെ അതുപോലെ തന്നെ ആരൊക്കെ കൂടി ചേർന്നിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ കൊണ്ടുവരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻലി അത് ഡിസ്കസ് ചെയ്യണേ. സോ ഇത് കുറച്ചും കൂടി ഫാക്ച്വലാണ്. ഇത് കുറച്ചും കൂടി മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇത്ര. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം നോക്കും. അപ്പോൾ ഇനി തൊട്ട് ഓരോരോ വീഡിയോകളായിട്ട് നമ്മൾ ഓരോരോ ഈ ഒരു ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. ഇനി നമുക്ക് ചെറിയൊരു ഇൻട്രഡക്ഷൻ പോലെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ആർട്ടിക്കിളുണ്ട്, എത്ര പാർട്ടുകളുണ്ട്, എത്ര ഷെഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ നമുക്ക് വരുന്നത് 448 ആർട്ടിക്കിളും ഈ 448 ആർട്ടിക്കിൾ എത്ര ഭാഗങ്ങളായിട്ടാണ് തിരിച്ചേക്കണേ? 25 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചേക്കണേ. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ അടിയിൽ ഡിസ്കസ് ചെയ്യും. അത് ഒരു ഇൻട്രഡക്ഷൻ പോലെ നമ്മൾ പറഞ്ഞു വെക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് 12 ഷെഡ്യൂളുമുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം അറിഞ്ഞിരിക്കുക, ഇത്തരം 448 ആർട്ടിക്കിളിലും ഈ 25 പാർട്ടിലും പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ഭരണഘടനയിൽ ഡിസ്കസ് ചെയ്യണുണ്ട്. ആ ഡിസ്കസ് ചെയ്യണ ഏരിയ അത് പറഞ്ഞേക്കണ പ്ലേസിനെ ഇപ്പോൾ തൽക്കാലം ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഭരണഘടനയിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ് 448 ആർട്ടിക്കിളുണ്ട്. ഈ 448 ആർട്ടിക്കിളാണ് 25 ഭാഗങ്ങളായിട്ട് തിരിച്ചു വച്ചേക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കണത് നമ്മുടെ സിലബസിൽ വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഒരു മൊത്തം കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിലെന്തൊക്കെ കാര്യങ്ങൾ പറയണുണ്ടെന്നാണ് ഈ ടോട്ടൽ ഇതെല്ലാം പറയണത്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പൊളിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ PhD ഒന്നല്ല എടുക്കണേ. നമുക്കെന്താ PSC പറഞ്ഞേക്കണ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാത്ത ഭാഗത്തു നിന്നും ചോദിക്കാം. ആ ചോദിക്കണ ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്ത് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ നോക്കും. ഇപ്പോൾ നമ്മൾ എന്തായാലും ബേസിക്കായിട്ട് PSC പറഞ്ഞേക്കണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകൾ തൊട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്കൊന്നൊരു കണക്ഷനിൽ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, മൊത്തത്തിലൊന്നും നോക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പാർട്ട് 1 എന്താണെന്ന് പറയണേ. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് വിചാരിക്കുക, നമ്മ ഒരു കഥ പറഞ്ഞു തുടങ്ങണേ. കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് എന്താ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് എന്താ? ഇപ്പോൾ നമ്മൾ പറയുമല്ലേ, ഇപ്പോൾ പണ്ടൊക്കെ കഥ പറയുമ്പോൾ നമ്മൾ പറയും പണ്ടൊരു രാജ്യത്ത് അല്ലെങ്കിൽ പണ്ടൊരു ദേശത്ത്, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ എന്താ വേണ്ടത്? ഒരു ഏരിയ വേണം, ലാൻഡ് വേണം. അതിനെപ്പറ്റി പറയണ പാർട്ടാണ് പാർട്ട് 1. ആർട്ടിക്കിൾ ഇവിടെ ഉള്ളത് 1 തൊട്ട് 4 വരെയും ആർട്ടിക്കിളാണ്. നമ്മുടെ ഇപ്പോൾ ബൗണ്ടറീസ്, നമുക്ക് എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മുടെ ലാൻഡ്, അങ്ങനെയൊക്കെ പറയണത്. ഓക്കെ, ഇനി അടുത്തത് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലാൻഡ് വന്നു. ഇനി ഒരു കഥ പറയാൻ വേണ്ടി നമുക്കിനി എന്താ ആവശ്യം? ഇനി അവിടെ കുറേ ആൾക്കാർ വേണം അല്ലേ? ആ ലാൻഡിൽ കുറച്ച് ആൾക്കാർ വേണം.
അപ്പോൾ അവരെ പറ്റി പറയണ പാർട്ടാണ് പാർട്ട് 2. പാർട്ട് 2 ആർട്ടിക്കിൾസ് 5 to 11. ഓക്കെ, അപ്പോൾ ഇതിൽ പറയണത് എന്താ? പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, ആരൊക്കെ നമ്മുടെ ലാൻഡിലെ പൗരന്മാരാണ്, ആരൊക്കെ പൗരന്മാരല്ല. ഓക്കെ, ഇനി പാർട്ട് 3 വരുമ്പോൾ എന്താ? ഈ ഇപ്പോൾ ലാൻഡും വന്നു, മനുഷ്യന്മാരും വന്നു. ഇനി ഈ മനുഷ്യന്മാർക്ക് കുറച്ച് അവകാശങ്ങൾ നമ്മുടെ കൊടുത്തിട്ടുണ്ട് ഭരണഘടന. സോ ഇവർക്ക് കൊടുത്തേക്കുന്ന അവകാശങ്ങളെ പറ്റി പറയണതാണ് എന്ത്? പാർട്ട് 3, 12 to 35. ഇനി പാർട്ട് 4 വരുമ്പോൾ DPSP എന്ന് പറയും. എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പോൾ ഇവരെ ഭരിക്കണ ഒരു ഗവൺമെൻറ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരു ഹെഡ് ഉണ്ടാവും. അപ്പോൾ ആ ഹെഡ് ഈ നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി ലോ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കണക്കിലെടുക്കേണ്ടത്? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശം. ഓക്കെ, ഈ ടോപ്പിക്കെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണുകയും ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയണം. ഓക്കെ, ഇനി അടുത്തത് 4A ആണ്. കണ്ടോ, ഇവിടെ 4 and 4A ആണ്. അതെന്താണെന്നൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. അപ്പോൾ അതുപോലെ ഒന്ന് അമെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു കാര്യമാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ വരുമ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഇവർക്ക് അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവർക്ക് തിരിച്ച് ഗവൺമെൻറ്റിനോടൊരു കടമകളുമുണ്ട്. ഓരോ പൗരന്മാർക്കും അവകാശങ്ങളുള്ള പോലെ തന്നെ കടമകളുമുണ്ട് നമ്മുടെ രാജ്യത്തിനോട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പറയണ പാർട്ടാണ് പാർട്ട് 4A, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പാർട്ട് 5 യൂണിയൻ ഗവൺമെൻറ്, പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പോൾ ആദ്യത്തെ ഒരു 4 എണ്ണത്തിൻ്റെ കണക്ഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അത് അങ്ങനെ ഒരു കണക്ഷനിൽ ഓർത്ത് വെക്കുക. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. പിന്നെ ഇപ്പോൾ ചോദിച്ചാൽ തന്നെ പാർട്ടും അത് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കും അത് ചോദിച്ചാലേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പാർട്ട് 9 പറയണത് പഞ്ചായത്താണ്. പാർട്ട് 9A വരുന്നത് മുനിസിപ്പാലിറ്റീസാണ്. പിന്നെ എമർജൻസി പ്രൊവിഷൻസ്, അത് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിലായിട്ട് നമുക്ക് കൂടുതൽ ഈ ഓരോരോ ടോപ്പിക്കുകളും അനലൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.